ആദ്യമായിട്ടാണ് ഈ സെഷനിൽ പങ്കെടുക്കുന്നതെങ്കിൽ നീ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പൊ നമുക്ക് സെഷനിലോട്ട് കടക്കാം. അപ്പൊ നമ്മുടെ സെൽഫ് ഇമേജ്, നമ്മുടെ മനോചിത്രം, നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ കാണുന്ന ചിത്രം ഏത് രൂപത്തിലാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ നമ്മളുടെ ജീവിതകാലത്ത് പലതരത്തിലുള്ള കാര്യങ്ങളിലൂടെയും നമ്മുടെ സെൽഫ് ഇമേജ് രൂപപ്പെട്ടു വന്നിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളുടെ പഴയകാല ജീവിതം, നിങ്ങളുടെ പഴയകാല അനുഭവങ്ങളൊക്കെ ആയിരിക്കും ഇതിന് നിദാനമായിട്ടുണ്ടാവുക. അപ്പൊ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു വന്നപ്പോ നമ്മുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ള പല അനുഭവങ്ങളും ഒക്കെ ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ഉള്ളിൽ നമ്മളെ കുറിച്ച് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള മനോചിത്രം നമുക്ക് ആക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പൊ പഴയതിന് നമ്മളൊന്ന് ഒഴിവാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. പഴയതിന് നമുക്ക് ഒഴിവാക്കിയെടുക്കുമ്പോഴാണ് പുതിയതിലേക്ക് നമുക്ക് കടക്കാനായിട്ട് സാധിക്കുക. അപ്പൊ ചിലപ്പോഴൊക്കെ നമുക്ക് പെട്ടുപോകുന്ന ഒരു കാര്യം, നമ്മൾ പലപ്പോഴും നമ്മളെക്കുറിച്ച് പലതും നേടിയെടുക്കണം എന്നൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയും നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ആലോചിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. അതേസമയം പലപ്പോഴും നമുക്കതിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയില്ല. അപ്പൊ ഒരു ഐഡന്റിറ്റി ട്രാപ്പ് പല ആളുകളും അനുഭവിക്കുന്നുണ്ടാവും. ഇതെന്നെ കൊണ്ട് കഴിയുമോ? ഈ കാര്യം ഞാൻ മുന്നോട്ട് കൊണ്ടുപോയാൽ എനിക്ക് വിജയിക്കാൻ പറ്റുമോ എന്നുള്ള തരത്തിലൊക്കെയും ഉള്ള കാര്യങ്ങൾ പലപ്പോഴും പലരുടെ ആളുകളുടെ ഉള്ളിലും അത് ചേർന്ന് വെച്ചുകൊണ്ട് പലപ്പോഴും അതിനെ മറികടക്കാൻ പറ്റാത്ത ഒരു ട്രാപ്പിൽ അകപ്പെട്ടു പോകാറുണ്ട്. ഞാനൊരു പരാജിതനാണ്, അല്ലെങ്കിൽ എനിക്കത് എന്നെ ആളുകൾ സ്വീകരിക്കില്ല, എനിക്ക് വേണ്ടത്ര ആളുകളോട് സംസാരിക്കാൻ കഴിയില്ല, എനിക്ക് വേണ്ടത്ര കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റൂല, ഞാൻ അത്ര വാല്യൂ ഉള്ള ഒരാളൊന്നും അല്ല എന്ന തരത്തിലുള്ള ചിന്താഗതികളുടെ ഒരു ട്രാപ്പിലേക്ക് ആളുകൾ അകപ്പെട്ടു പോകാറുണ്ട്. എനിക്ക് ഭാഗ്യമില്ല, അല്ലെങ്കിൽ ഞാൻ സ്ട്രഗിൾ ചെയ്യാണ്, എനിക്ക് എപ്പോഴും സ്ട്രഗിളിങ് ആണ്, എനിക്ക് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റൂല, അങ്ങനെയുള്ള രീതിയിലുള്ള പലതരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളും കൊണ്ട്, അല്ലെങ്കിൽ പലതരത്തിലുള്ള ചിന്താരീതികളും കൊണ്ട് ഈ ഒരു സ്വത്വ പ്രതിസന്ധി അനുഭവിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവരുടെ ആത്മവിശ്വാസം ആ നിലയ്ക്ക് അവർക്ക് ഇല്ലാതെയാകി പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചിട്ടുള്ള ആ ഒരു ഇമേജ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പദങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നത് എന്ന് സ്വയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു വന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള തോട്ടുകളും കാര്യങ്ങളും ഒക്കെയും നമ്മുടെ ഐഡന്റിറ്റി നിർണ്ണയിക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു ഐഡന്റിറ്റി നമുക്ക് വരുന്ന സമയത്ത് ആ ട്രാപ്പിൽ അകപ്പെട്ടു പോവാ. ചിലപ്പം അത് റിയാലിറ്റി ആവാം, ചിലപ്പം അത് റിയാലിറ്റി ആവൂല, ചിലപ്പം നമ്മൾ ഊതി വീർപ്പിക്കുന്നതായിരിക്കാം. പുറത്തുള്ള ഒരാൾക്ക് അത് തോന്നിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ നമുക്ക് ആത്മവിശ്വാസക്കുറവ് കൊണ്ടോ മറ്റോ ഒക്കെ ആളുകൾ അത് ഊതി വീർപ്പിച്ചിട്ട് നമുക്ക് പറ്റൂല, കഴിയൂല എന്നുള്ള രീതിയിലേക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യം ഇങ്ങനെ ഊതി വീർപ്പിച്ചിട്ട് ആ ഒരു ഐഡന്റിറ്റിയാണ് ഉള്ളിൽ ഉണ്ടാക്കുന്നത് എങ്കിൽ പലപ്പോഴും നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ നിങ്ങൾ എഴുതാൻ കഴിയുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കി, നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ ഫീൽ എന്താണ്, നിങ്ങളെ കുറിച്ച് തന്നെ നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി എന്താണ് എന്നുള്ളത്. അപ്പൊ അവിടെ ആ ഒരു ഐഡന്റിറ്റി ആണ് നമ്മൾ പലപ്പോഴും ഈ ഒരു സെൽഫ് ഇമേജിൽ പ്രധാനമായിട്ടും സ്വാധീനിക്കുന്ന ഒരു കാര്യം. അപ്പൊ നമ്മളെ കുറിച്ചിട്ടുള്ള നമ്മളുടെ ആ ഒരു ഐഡന്റിറ്റി ആണ് സെൽഫ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ അവിടെ നമ്മൾ ആ ട്രാപ്പിൽ നിന്നും പുറത്ത് കടക്കേണ്ടതായിട്ടുണ്ട്. ആ ട്രാപ്പിൽ നിന്നും നമ്മൾ മറികടന്ന് മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കഴിവുകളില്ലാത്തവരായിട്ട് ആരും ജനിച്ചു വരുന്നില്ല. കഴിവുകളില്ലാത്തവരായിട്ട് ആരും ഭൂമിയിലേക്ക് വരുന്നില്ല. എല്ലാവർക്കും കഴിവുകളുണ്ട്, ശേഷിയുണ്ട്, പ്രാപ്തിയുണ്ട്. ഓരോരുത്തരുടേതായ രീതിയിലുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവർക്ക് അവരുടേതായ രീതിയിലുള്ള കാര്യങ്ങളും കാര്യപ്രാപ്തിയും ശേഷിയും ഒക്കെ എല്ലാവരിലും ഉണ്ട്. പക്ഷെ പലപ്പോഴും ആ ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ അംഗീകരിക്കാൻ പല ആളുകൾക്കും ബുദ്ധിമുട്ടാണ്. അവർ അവരെ തന്നെ സ്വയം ഒരു ട്രാപ്പിൽ അകപ്പെടുത്തുന്ന രീതിയിലേക്ക്
വന്നു ചേരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ ട്രാപ്പിൽ നിന്നും എന്ത് ചെയ്യണം? പുറത്ത് കടക്കണം. ഒരു ഒരു എലിപ്പെട്ടിയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ അതിങ്ങനെ ഓടിക്കളിക്കും അല്ലെ? ആ എലിപ്പെട്ടിയിൽ ഇങ്ങനെ ഓടിക്കളിക്കുന്ന നമ്മൾ കാണാറുണ്ട്. അതിന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ്, അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് അത് തേടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ പറഞ്ഞ ട്രാപ്പിൽ ഇങ്ങനെ പെട്ടുകൊണ്ട് നമ്മൾ ജീവിതത്തെ ഇങ്ങനെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ വഴി എവിടെയെന്ന് അറിയാതെ പല മനുഷ്യരും പ്രയാസപ്പെട്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഔന്നിത്യം വർദ്ധിപ്പിക്കാൻ, നമ്മുടെ പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ, നമുക്ക് മികച്ച രീതിയിലുള്ള വ്യക്തിത്വമുള്ള ആളായിട്ട് മാറാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ആന്തരികമായ ലോകത്ത് നമ്മളത് മാറ്റം കൊണ്ടുവരണം. ആന്തരികമായ ലോകത്ത് നമ്മുടെ മനസ്സിന്റെ ആന്തരികമായ ലോകത്ത് നമുക്ക് ആ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ ജോലി ചെയ്യേണ്ടത്. നമ്മൾ പലപ്പോഴും മേക്കപ്പ് ഇടുന്നതും നമ്മൾ പലപ്പോഴും വൃത്തിയാക്കുന്നതും ഒക്കെ നമ്മുടെ ബാഹ്യമായിട്ടുള്ള ഘടകങ്ങളെയാണ്. അതും ആവശ്യമാണ്, ആവശ്യമല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആന്തരികമായ ലോകത്ത് ഈ മാറ്റം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് ബാഹ്യ ലോകത്ത് റിഫ്ലക്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ ട്രാപ്പിൽ നിന്നും പുറത്ത് കടന്നുകൊണ്ട് ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് പോകണം. ഇന്നു മുതൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പഴയകാല അനുഭവങ്ങളും പഴയകാല കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പാഠം പഠിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ലേണിങ്സ് എടുത്തുകൊണ്ട് പലതും നമ്മൾ വിടേണ്ടത് നമുക്ക് വിട്ടുകളയണം. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചാലഞ്ചസുകൾ നിങ്ങൾക്ക് മുൻകാലത്ത് അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ബിൽഡ് ചെയ്യാനുള്ളതാണ്, നിങ്ങളുടെ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാനുള്ളതാണ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ, അതായത് ഒരു വിജയത്തിലേക്ക് ഉള്ള ഒരു വിത്ത് പാകൽ മാത്രമാണ് നിങ്ങൾ അനുഭവിച്ച ചാലഞ്ചസുകൾ. സ്വാഭാവികമായിട്ടും ഒറ്റയടിക്കല്ല ഒരാള് ജീവിതത്തിലേക്ക് വിജയം നേടി വരുന്നുണ്ടാവും. അവർക്ക് അനുഭവിക്കുന്ന ചാലഞ്ചസുകൾ അത് മറികടന്ന് അവർ മുന്നോട്ട് വരുമ്പോൾ അവർക്ക് സ്ട്രെങ്ത് ഉണ്ടാവും. ആ സ്ട്രെങ്ത് വെച്ച് അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അങ്ങനെ ആ രീതിയിൽ നമ്മളെ കുറിച്ച് നമ്മൾ നല്ലതായിട്ട് ചിന്തിക്കണം. നിങ്ങൾ ലോകത്തുനിന്ന് ആലോചിക്കേ, നമ്മളെ കുറിച്ച് നമ്മളല്ലാതെ വേറെ ആരാണ് നമ്മളെ കുറിച്ച് നന്നായിട്ട് ചിന്തിക്കേണ്ടത്? ആദ്യം ആരാണ് ചിന്തിക്കേണ്ടത്? ലോകം മുഴുവനും ചിന്തിക്കണമെന്ന് നമ്മൾ പറയുന്നതിന് മുമ്പ് നമ്മളെ കുറിച്ച് എന്ത് ചെയ്യണം? ആ ഒരു ഐഡന്റിറ്റി പോസിറ്റീവായിട്ട് ക്രിയേറ്റ് ചെയ്ത് എടുക്കണം. നമ്മളുടെ മനസ്സിൽ നമ്മൾ ചളിക്കുണ്ടിലാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് ചളിക്കുണ്ടിൽ തന്നെയായിരിക്കും നമ്മൾ പുറത്തുനിന്നുള്ള ആളുകളോട് സംസാരിക്കുന്നുണ്ടാവാം. നമുക്കൊന്നിനും പറ്റൂല, കഴിയൂല എന്നുള്ള രീതിയിലേക്ക്. അവിടെ നമ്മൾ ആ ചളിക്കുണ്ടിൽ നിന്നും നമ്മളെ എടുത്തിട്ട് എവിടെയാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു തലത്തിലേക്ക് നമ്മളെ മാറ്റിയെടുക്കണം. അതിനെ നമ്മൾ, അതായത് ആ ഒരു സെൽഫ് ഇമേജ് ആണ് ഉള്ളത് എങ്കിൽ നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യണം. അതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഞാൻ കൊള്ളാവുന്ന ഒരാളാണ്, എനിക്ക് പലതും നേടിയെടുക്കാൻ കഴിയും, എനിക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്കൊരു ഐഡന്റിറ്റി നമ്മൾ പുതുതായിട്ട് സൃഷ്ടിച്ച് ക്രിയേറ്റ് ചെയ്തെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത് നമ്മൾ ചെയ്യുന്ന ഒരു നീതിയാണ്, നമ്മളോട് ചെയ്യുന്നൊരു നീതിയാണ്. നമ്മുടെ സെൽഫ് ഇമേജിനെ അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ നമ്മളുടെ പഴയ ഐഡന്റിറ്റിയെ നമ്മൾ ചുരുട്ടിക്കൂട്ടി പുറത്തേക്ക് എറിയണം. ഇത് നമ്മൾ മാത്രം ക്രിയേറ്റ് ചെയ്തതല്ല. നമ്മുടെ ചുറ്റുപാടിൽ നിന്നും, നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നും, നമ്മുടെ ഫാമിലിയിൽ നിന്നും, നമ്മുടെ ജോലി സ്ഥലത്തു നിന്നൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള പല അനുഭവങ്ങളും പല കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിന് ഘടകമായിട്ടുള്ള കാര്യങ്ങൾ പലതും ഉണ്ടാകും. അതേസമയം അത് നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നമ്മളെ കുറിച്ചിട്ടുള്ള ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് അത് നല്ലതല്ലാത്ത രീതിയിൽ നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ പല രൂപത്തിലും നമുക്കത് ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. നമ്മൾ പിന്നോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകും. അപ്പം നമ്മളെ കുറിച്ച് നമ്മൾ പോസിറ്റീവായിട്ട് കാണുക, നമ്മളെ കുറിച്ച് നമ്മുടെ സ്ട്രെങ്ത്തുകൾ നമ്മൾ കാണുക, നമ്മളെ കുറിച്ച് നമ്മുടെ കഴിവുകൾ നമ്മൾ കാണുക. പലപ്പോഴും നമ്മൾ എന്താണ് എന്ന് തിരിച്ചറിയാതെ, അല്ലെങ്കിൽ ഓരോരുത്തരും എന്താണ് എന്ന് തിരിച്ചറിയാതെ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവരുടെ കഴിവ് എന്താണ്, അവരുടെ പൊട്ടൻഷ്യൽ എന്താണ്, അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താണ് എന്നുള്ളത് തിരിച്ചറിയാതെ ജീവിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. അപ്പൊ അവിടെ ചിലപ്പം അത് മാറ്റുന്നതോടുകൂടെ നമ്മുടെ ഉള്ളിൽ നമ്മളെ കുറിച്ചിട്ടുള്ള ചിന്താരീതി, നമ്മളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ മാറ്റുന്നതോടുകൂടി തന്നെ നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന എനർജിയിൽ വ്യത്യാസം വരും, നമ്മളിൽ നിന്ന് പോകുന്ന എനർജിയിൽ വ്യത്യാസം വരും.
കാരണം എന്താ, ആ എനർജി എന്ന് പറയുന്നത് നമ്മൾക്ക് മറ്റുള്ള ആളുകൾക്ക് അത് സ്വീകരിക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവും, ഇയാള് പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ്, ഇയാള് പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ നിങ്ങൾ കണ്ണാടിയിൽ നോക്കി നിങ്ങളെ കാണുന്ന സമയത്ത് നിങ്ങളൊരു ആന്തരികമായ കണ്ണാടി നിങ്ങൾ തിരിച്ചുള്ളിലേക്ക് വെക്കുക. നിങ്ങളുടെ ഉള്ളിലേക്കൊന്ന് നോക്കുക. ഞാൻ എൻ്റെ ഉള്ളിൽ എന്നെ കുറിച്ച് എന്താണ് ഫീൽ ചെയ്യുന്നത്, ഞാൻ എന്നെ കുറിച്ച് എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഐഡന്റിറ്റിയെ നമുക്ക് അനുകൂലമാകുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുക. അനുകൂലമാകുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൽഫ് ടോക്കൊക്കെ നമുക്ക് പറ്റൂല, കഴിയൂല എന്നൊക്കെയുള്ള രീതിയിൽ, നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ കൊണ്ട് നടക്കുന്നതെങ്കിൽ അതിൽ നമ്മളൊരു മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കുക. അതിൽ നമ്മൾ മാറ്റം വരുത്താനായിട്ട് നമ്മളെ കുറിച്ചിട്ടുള്ള ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചിന്താഗതിയും നമുക്ക് ആ വേണ്ടതായിട്ടുള്ള രീതിയിലുള്ള ഒരു മാറ്റം നമുക്ക് എന്താണ് ആവശ്യമായിട്ടുള്ളത് ആ രീതിയിലേക്ക് നമ്മളൊന്ന് പരിവർത്തിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നമ്മളെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, നമ്മൾ നമ്മളെ കുറിച്ച് എന്താണ് കരുതുന്നത്, നാം നമുക്ക് എത്ര മാർക്ക് നൽകും? ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ സ്വന്തത്തിന് നമ്മൾ എത്ര മാർക്ക് കൊടുക്കും? ഞാൻ പറയുന്നത് ഒരു ബലൂണ് പോലെ വെറുതെ ഊതി വീർപ്പിക്കാനല്ല പറയണത്. റിയാലിറ്റിയിൽ നമുക്ക് പലതും ഉണ്ട്. നിങ്ങളൊന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയേ. പല കാര്യങ്ങളും, പല കഴിവുകളും, പല ശേഷിയും, പല പ്രാപ്തിയും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ നമുക്ക് തന്നെ മാർക്ക് കൊടുക്കണം. നമുക്ക് അത് പാസ് മാർക്കാണോ, അല്ലെങ്കിൽ പാസ് മാർക്കിൽ കുറവാണോ, അതല്ല 100% കൊടുക്കാൻ പറ്റുമോ, 80% കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ സ്വയം മാർക്കിടുക. അപ്പൊ അവിടെ നമ്മൾ നമ്മളെ ചെറുതാക്കുന്നത് എന്തിനാണ്? എല്ലാവർക്കും എല്ലാം കഴിയുമെന്നല്ല പറയുന്നത്. നമുക്ക് കഴിയുന്നത്, നമുക്കായിട്ടുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു കഴിവും ശേഷിയും പ്രാപ്തിയും ഒക്കെ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. കാരണം നമ്മളെന്ന് പറയുന്ന പ്രോഡക്റ്റ് ലോകത്ത് വേറെ ഇല്ല. ദൈവം സൃഷ്ടിച്ചിട്ടുള്ള ഈ ഓരോ സൃഷ്ടിപ്പിലും വ്യത്യസ്തതയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഓരോ മണൽത്തരിയാണെങ്കിൽ പോലും ആ മണൽത്തരിയിലും വ്യത്യസ്തതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളാകുന്ന 800 കോടി ജനങ്ങൾക്കും ഓരോരുത്തർക്കും വ്യത്യസ്തതയുണ്ട്. ആ വ്യത്യസ്തതയിലുള്ള നമ്മളെ പോലെ മറ്റൊരാളില്ല. അപ്പം അത് തന്നെ നമ്മൾക്ക് അഭിമാനബോധം ഉണർത്തേണ്ട കാര്യമല്ലേ? എന്നെപ്പോലെ ഞാൻ മാത്രമേ ഉള്ളൂ, നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് നിങ്ങൾക്ക് എന്താ, നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. കഴിവുകൾ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ജീവിത സാഹചര്യത്തിൽ മുന്നോട്ട് പോകാനുള്ള ഇച്ഛാശക്തിയും കരുത്തും മനഃശക്തിയും ഒക്കെ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തി സ്വയം ഐഡന്റിറ്റി അല്ലെങ്കിൽ സ്വയം മാർക്ക് കുറയ്ക്കുന്നത് യഥാർത്ഥത്തിൽ ആ വ്യക്തി സ്വന്തത്തോട് ചെയ്യുന്ന നീതികേടല്ലേ എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി നോക്കാം. അപ്പോഴാണ് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെന്ന് പറയുന്നത് യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നമുക്ക് പല കാര്യത്തിലും നമുക്ക് മുന്നോട്ട് പോകാനുള്ള കഴിവും കരുത്തും ശേഷിയും ഉണ്ട്. പക്ഷെ നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ഔന്നിത്യ ബോധം നമ്മൾ കൊണ്ടുവരിക. ആ ഔന്നിത്യ ബോധം കൊണ്ടുവരിക. ചിലപ്പം ചില സാഹചര്യങ്ങൾ കൊണ്ടും, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ചില ഹൈറാർക്കികൾ കൊണ്ടും, സമൂഹത്തിലുണ്ടാകുന്ന പല കാര്യങ്ങൾ കൊണ്ടും ഒക്കെ ആളുകള് ഞാൻ എന്തോ ഒരു കുറവുള്ള ആളുകളാണ് എന്ന് ചിന്തിക്കുന്നിടത്താണ് പ്രശ്നം. അപ്പൊ അവിടെ ചില സാഹചര്യങ്ങളിലൊക്കെ അങ്ങനെയുള്ള ചില സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ വന്ന് പെടാറുണ്ടാകും. അപ്പൊ നമ്മൾ നമ്മളെ തന്നെ ഗ്രേഡ് ഒന്ന് ഉയർത്തുക. അത് അഹങ്കാരത്തിലേക്ക് പോകാനല്ല പറയുന്നത്. അത് വേറെ ഏതെങ്കിലും തരത്തിൽ മറ്റുള്ള ആളുകളെ നിന്ദിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. നിങ്ങൾ ഗ്രേഡ് ഉയർത്തുമ്പോൾ, നിങ്ങളുടെ എനർജി ലെവൽ ഉയർത്തുമ്പോൾ, നിങ്ങൾ കണക്ട് ചെയ്യുന്ന ആളുകളുടെ ലെവലും ആ രീതിയിലുള്ള ആളുകളായിട്ട് മാറും. നിങ്ങളുടെ ചുറ്റുപാടും വന്നു ചെയ്ത് ചിലപ്പോൾ യാദൃശികമായിട്ടായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. പക്ഷെ അത് വലിയ സൗഹൃദമായിട്ട് മാറാനും അത്തരത്തിലുള്ള ആളുകളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു സാധ്യത തുറക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ എനർജി ലെവലിനൊന്ന് ഉയർത്തുക. അപ്പൊ നമ്മളുടെ ഐഡന്റിറ്റി നമ്മളൊന്ന് ഉയർത്തുക. നമ്മളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതിനൊന്ന് പോസിറ്റീവാക്കി മാറ്റുക. അപ്പൊ നമുക്ക് നമ്മുടെ ആന്തരികമായ ലോകത്ത്, ആന്തരികമായ മനസ്സിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു ചിത്രം നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് നമുക്ക് കഴിയുമെന്നുള്ളതാണ്. അപ്പം പഴയ ചിത്രം എത്ര വികൃതമാണെങ്കിലും, അല്ലെങ്കിൽ പഴയ ഐഡന്റിറ്റി എത്ര നല്ലതാണെങ്കിലും മോശമാണെങ്കിലും, നല്ലതാണെങ്കിൽ അതിനെ ഒന്നും കൂടെ അപ്ഗ്രേഡ് ചെയ്യുക, മോശമാണെങ്കിൽ നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്ത് ഞാൻ ഇനി അങ്ങനെയുള്ള ആളല്ല,
ഇനി ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന, എന്നെ കുറിച്ച് നെഗറ്റീവായിട്ടോ എത്തിയിട്ടോ ചിന്തിക്കുന്ന ആളല്ല. ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഞാൻ എൻ്റെ ഐഡന്റിറ്റിയെ ഒന്ന് ഉയർത്തി ഞാൻ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു വ്യക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് സ്വയം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന തരത്തിലേക്ക് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കേണ്ടതുണ്ട്. അപ്പം നിങ്ങൾ ജീവിതത്തിൽ പല ശ്രമങ്ങളും ചിലപ്പോൾ നടത്തിയിട്ടുണ്ടാവും, പല രീതിയിലും പല കാര്യങ്ങളും ചെയ്തു നോക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവും. എന്നാൽ ചിലപ്പോൾ അത് പരാജയപ്പെട്ടിട്ടുണ്ടാവും, ചിലപ്പം വിജയിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പം പ്രതിസന്ധികൾ അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ ഒരു ഐഡന്റിറ്റി നിങ്ങൾ മാറ്റുന്നതോടുകൂടെ നിങ്ങൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങളുടെ അളവിൽ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം വരുന്നതോടുകൂടി തന്നെ നമുക്ക് പലതിനെയും അട്രാക്ട് ചെയ്തെടുക്കാനും പല രീതിയിലും ജീവിതത്തെ വളർത്തിയെടുക്കാനും സാധിക്കുന്ന ഒരു തലത്തിലേക്ക് നമുക്ക് മാറാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ പഴയ ആ രീതിയിൽ നമ്മളെ കുറിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അതിനൊന്ന് മാറ്റിയിട്ട് നമ്മൾ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നമ്മളെ കുറിച്ചൊന്ന് ചിന്തിക്കുക. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണടച്ചൊരു ചെറിയൊരു പ്രോസസ്സ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പം വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചെയ്ത് പൂർത്തീകരിക്കാം. ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് മീ എന്നിട്ട് ജസ്റ്റ് ടൈപ്പ് ചെയ്തട്ടെ. ഓക്കെ, സാവധാനം ഒന്ന് കണ്ണുകൾ അടയ്ക്കുക. പതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ശ്വാസം പുറത്തേക്ക് വിടുക. നിങ്ങൾ നിങ്ങളെ കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു 10 കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങളുടെ കഴിവ്, കരുത്ത്, ശേഷി, പ്രാപ്തി, നിങ്ങൾക്കുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ഒരു 10 നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഒരു 2-3 ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടാകും, 4-5 കിട്ടിയിട്ടുണ്ടാകും. ഇതുമെല്ലാം ഇങ്ങനെ ഒന്നൊരു 10 ഉയർത്തുക. ആ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിൽ ഫീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുറവുള്ള ആളല്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരുന്നുണ്ടാകും. അപ്പൊ നിങ്ങളുടെ ഐഡന്റിറ്റിയെ പഴയതിൽ നിന്നും ഒന്ന് പോസിറ്റീവാക്കിയിട്ട് മാറ്റി ഉയർത്തുക. ഞാൻ കഴിവുള്ള, ശേഷിയുള്ള, പ്രാപ്തിയുള്ള, കരുത്തുള്ള, പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയാണ് എന്ന രീതിയിൽ അതിനെ ഒന്ന് റീഫ്രെയിം ചെയ്യുക. നിങ്ങളുടെ മനസ്സിൽ തന്നെ റീഫ്രെയിം ചെയ്യുക. നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങൾ അഭിമാനിക്കുന്ന രീതിയിലേക്ക് അതിനെ ഒന്ന് മാറ്റുക. നിങ്ങളെ തന്നെ സ്നേഹിക്കുന്ന രീതിയിലേക്ക് ഒന്ന് മാറ്റുക. പോസിറ്റീവായ രീതിയിൽ നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങളൊന്ന് അല്പസമയം ഒന്ന് കാണുക. നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി ഷിഫ്റ്റിംഗ് കൊണ്ടുവന്നുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിലേക്കുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലൊന്ന് കാണുക. ആ വ്യക്തിയെ കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നുണ്ടാകും, അഭിമാനം തോന്നുന്നുണ്ടാകും. ആ വ്യക്തി മറ്റാരുമല്ല, നിങ്ങൾ തന്നെയാണ് എന്ന് തിരിച്ചറിയുക. അതിൽ അഭിമാനം കൊള്ളുക. നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള ആ ഒരു ഇമേജ് മാറി വരുന്നതായിട്ടും നിങ്ങളുടെ സെൽഫ് ഇമേജ് പോസിറ്റീവായിട്ട് മാറി വരുന്നതായിട്ടും ഒന്ന് മനസ്സിലൊന്ന് സങ്കല്പിക്കുക, ഒന്ന് കാണുക, അത് അനുഭവിക്കുക. ഈ പ്രോസസ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ സാവധാനം കണ്ണുകൾ തുറക്കുക. ഇപ്പം ചെറിയ സമയം കൊണ്ട് നമ്മൾ ചെയ്ത ഈ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകിയ മാറ്റം എന്താണെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് നിരീക്ഷിച്ചു നോക്കി. അപ്പൊ ഇത് നിരന്തരമായിട്ട് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. അങ്ങനെ എന്ത് മാറ്റമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. അപ്പൊ നിരന്തരമായിട്ട് നമുക്ക് ഈ രീതിയിൽ നമ്മളുടെ സെൽഫ് ഇമേജിനെ പോസിറ്റീവ് ആക്കിയിട്ട് മാറ്റിയെടുക്കുകയും നമ്മുടെ ഐഡന്റിറ്റിയെ നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ
നമുക്കുണ്ടാകുന്ന മാറ്റം എത്രത്തോളം, നമ്മുടെ എനർജി ലെവൽ ഉണ്ടാകുന്ന മാറ്റം എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. പലപ്പോഴും നമുക്ക് പുറത്തുനിന്ന് കിട്ടാനാണ് ആഗ്രഹം, അല്ലെ? പലതും നമുക്ക് പുറത്തുനിന്ന് കിട്ടണം. പക്ഷെ നമ്മൾക്ക് തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. റിയലൈസേഷൻ ഉണ്ടായി, നമ്മുടെ ഗുഡ് ക്വാളിറ്റീസിനെ കുറിച്ച് റിയലൈസേഷൻ ഉണ്ടായി, എന്നിലുള്ള വിശ്വാസം വർദ്ധിച്ചു. ഓക്കെ, വെരി ഗുഡ്. കോൺഫിഡൻസ് കൂടി, വെരി ഗുഡ്. മോർ പവർ ടു യു. അപ്പൊ നമുക്ക് നമ്മൾ തന്നെ ആ രീതിയിലുള്ള ഒരു ഔന്നിത്യ ബോധം സൃഷ്ടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മളെ തന്നെ ഇഷ്ടപ്പെടുകയും നമ്മുടെ ഐഡന്റിറ്റിയെ തന്നെ പോസിറ്റീവാക്കി മാറ്റിയെടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, താരതമ്യം ചെയ്യാൻ പാടില്ല. കാരണം എന്താ? താരതമ്യം ചെയ്യുന്നത് എങ്ങനെയാ? ഒരേപോലെയുള്ള ആളുകളെ, ഒരേപോലെയുള്ള വസ്തുക്കളെയാണ് നമ്മൾ താരതമ്യം ചെയ്യുക. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ പോലെ അല്ല. അപ്പൊ നമ്മൾ എങ്ങനെയാ താരതമ്യം ചെയ്യാൻ അർഹത നമുക്കുള്ളത്? ഞാൻ അവളെ പോലെ എനിക്ക് കഴിവില്ലല്ലോ, എനിക്ക് അവനെ പോലെ കഴിവില്ലല്ലോ എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അവനാണ്, അവളാണ്, ഞാനാണ് എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട്, ഉറപ്പിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൽ അതിശക്തമായ രീതിയിൽ നമ്മൾ ഞാനായി ജീവിക്കുക. എനിക്ക് വേറൊരാളാവാൻ പറ്റില്ല. ഞാനായി ജീവിക്കുക. ആ ഞാനായി ഞാൻ ജീവിക്കുന്ന സമയത്ത് മുസ്തഫ സാർ പറഞ്ഞതുപോലെ നമ്മൾ പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയായിട്ട് നമുക്ക് മാറിയെടുക്കാൻ, അല്ലെ മാറ്റിക്കൊണ്ടുവരാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സ്നേഹിക്കുക, നമ്മൾ ഇഷ്ടപ്പെടുക, നമ്മുടെ വ്യക്തിത്വത്തെ നമ്മൾ ഇഷ്ടപ്പെടുക, നമ്മുടെ ആ രീതിയിൽ നമ്മുടെ സെൽഫ് ഇമേജിനെ പുതുക്കിക്കൊണ്ടേയിരിക്കുക. നമ്മുടെ പഴയ സെൽഫ് ഇമേജിനെ നമ്മൾ ചുരുട്ടി വലിച്ച് താഴത്തേക്ക് ഇടുക, അത് ഒഴിവാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുകയും ഇതിനെതിരെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ, നമ്മുടെ തന്നെ ഇകയത്തുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ പറയാതിരിക്കുക. പോസിറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സുകൾ കൊടുത്തിട്ട് നമ്മുടെ മനസ്സിനെ ഏറ്റവും അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുന്നതിലൂടെ നമുക്ക് വലിയ തോതിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് നാളത്തെ സെഷനിൽ കേൾക്കാം. നിങ്ങൾക്ക് ഇന്നത്തെ സെഷൻ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. മോർ പവർ ടു യു. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഇനി ഷെയറിങ്സിന്റെ സമയമാണ്. എല്ലാവർക്കും നന്ദി. ഇന്നലെ നമ്മൾ ഒരാളെ ക്ഷണിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ അനൗൺസ് ചെയ്തിരുന്നു. അത് എല്ലാവരും ഏറ്റെടുത്തു എന്നുള്ളതാണ്